ഹലോ, പെരുന്നാളിന്റെ അന്നത്തെ ചെറിയൊരു മിനി വ്ളോഗ് ഉണ്ടല്ലോ. ഇതൊന്നും എഡിറ്റ് ചെയ്തിട്ടാണ് 1-2 ദിവസം വൈകി. അത്രയും പെരുന്നാളിന്റെ അന്ന് രാവിലെ തന്നെ അവനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിട്ട. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവന്റെ ആദ്യത്തെ പെരുന്നാളാട്ടോ. കഴിഞ്ഞ പെരുന്നാളിന് പുള്ളി നമ്മുടെ വീട്ടിലായിരുന്നു. പിന്നെ ഇവന്റെ വാപ്പിക്ക് 2 ഫോട്ടോ അയച്ചു കൊടുക്കണം. അതാട്ടോ മെയിൻ ഉദ്ദേശം. അങ്ങനെ രാവിലെ തന്നെ ഫോട്ടോ എടുക്കൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവൻ നമ്മുടെ പോലെ ഒന്നല്ലേ, പുള്ളി റിച്ചാന്നേ. 2-3 പെരുന്നാൾ കൂടി ഇപ്പൊ എന്താ പറയാ. അങ്ങനെ രാവിലെ തന്നെ വാപ്പാടെ നമുക്ക് പെരുന്നാൾ കാശ് കിട്ടിയിട്ടാ. അങ്ങനെ ഉച്ചയ്ക്ക് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോ മൂത്തുമേ നാത്തൂരും പിള്ളേരൊക്കെ വന്നിട്ടാ. ഇവളാട്ടോ നമ്മുടെ മെയിൻ കഥാപാത്രം. ഇവളെ എന്റെ വീഡിയോയിൽ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ അവരൊക്കെ വന്ന് നമ്മൾ കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ അവനാണെങ്കിൽ ഭയങ്കര ഉറക്കായിരുന്നു. ഇവരൊക്കെ പോയി വിളിച്ചെടുപ്പിക്കാൻ നോക്കിയിട്ട് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഉറക്കത്തിന് എണീറ്റു. പിന്നെ ഇവളുണ്ടല്ലോ, ഇവള് വന്ന് എന്റെ കൊച്ചിനെ എനിക്ക് എടുക്കാൻ കിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവനെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിച്ചു കേട്ടോ. ഇതേ ഡ്രസ്സാട്ടോ നമ്മൾ അവനെ ഇടിപ്പിച്ചു കൊടുത്തേ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മൾ അവനെ സുന്ദര കുട്ടവനെ. ഈ ഡ്രസ്സ് അവന് 40-ന് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. പിന്നെ ഇതെന്റെ നാത്തൂൻ. ഇതിനെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നറിയാം. പിന്നെ ഞാൻ അവനും കൂടി വന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടാ. ഫോട്ടോ എടുത്ത് ഉമ്മായി മോളും കൂടെ വഴക്കായി. പുള്ളിക്കാരി വന്ന് എന്റെ മെയിൻ ഉദ്ദേശം ഫോട്ടോ എടുക്കാനാട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലും തല്ലും വഴക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേറി. അങ്ങനെ അകത്തേറി കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളുടെ സങ്കടം മാറിയിട്ടില്ല കേട്ടാ. അങ്ങനെ അവരെല്ലാരും കൂടെ കടയിൽ പോയി വന്നപ്പോഴേക്കും പുള്ളിക്കാരി ഹാപ്പി ആയിട്ടാ. പോയിട്ട് വന്നപ്പോ എനിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോഴേക്ക് എന്റെ മോൻ ഭയങ്കര ഉറക്കായിട്ടാ. അവനും ചെന്നിട്ടും കാര്യമില്ലല്ലോ, പുള്ളിക്ക് തിന്നാൻ പറ്റില്ലല്ലോ. സന്ധ്യ ഇപ്പിക്ക് എല്ലാരും പോകാൻ ഇറങ്ങി. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ പെരുന്നാള്. എല്ലാരും പെരുന്നാളിന് ഓരോ സ്ഥലത്തെ കൂടെ പോണ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടുമ്പോ എനിക്കും കൊതിയാവാറുണ്ട് കേട്ടാ. അപ്പൊ എന്താ ചെയ്യാ, കെട്ടിയോ നാട്ടില്ലാതായി പോയില്ലേ. എല്ലാ പ്രവാസികളുടെയും ഭാര്യമാറ്റ അവസ്ഥ ഇതൊക്കെ തന്നെ. അടുത്ത പെരുന്നാളിലെങ്കിൽ ആള് കൂടി ഉണ്ടാവുന്ന പ്രതീക്ഷ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവന് കുറച്ച് പാലും കൊടുത്ത് ഞാൻ ബിരിയാണി കഴിച്ച് ഇന്നത്തെ പെരുന്നാൾ അവസാനിപ്പിച്ചു കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാട്ടോ.